മണിപ്പൂരിൽ മൊബൈൽ ഇന്റർനെറ്റ് നിരോധനം നാളത്തേക്ക് കൂടി നീട്ടി. ഇംഫാൽ, ജിരിബാം ഉൾപ്പെടെ 9 ജില്ലകളിലാണ് നിരോധനം നീട്ടിയത്. സംഘർഷം നിലനിൽക്കുന്നതിനാൽ നവംബർ 16-നാണ് നിരോധനം ഏർപ്പെടുത്തിയത്. അതേസമയം CRPF വെടിവെച്ച് കൊലപ്പെടുത്തിയ 12 കുക്കികളുടെ സംസ്കാരം ഇന്ന് നടക്കും. ദില്ലിയിൽ നിന്ന് സ്വാതി ചേരുന്നു. സ്വാതി, മണിപ്പൂരിൽ കലാപം അടങ്ങുന്നില്ല. ഷമ്മി സൂചിപ്പിച്ച പോലെ തന്നെ മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യം മുൻനിർത്തിയാണ് ഇപ്പോൾ വീണ്ടും മൊബൈൽ ഇന്റർനെറ്റ് നിരോധനം നാളത്തെ കൂടി നീട്ടി എന്നതായിട്ട് ഉത്തരവിറക്കിയിട്ടുള്ളത്. ഇപ്പോൾ 9 ജില്ലകളിലാണ് നിലവിൽ നിരോധനം തുടരുന്നത്. 9 ജില്ല എന്ന് പറയുമ്പോൾ ഈ അക്രമ സാധ്യത മേഖലകളായിട്ടുള്ള അക്രമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ജിരിബാം ഉൾപ്പെടെ ഇംഫാൽ വെസ്റ്റും ഈസ്റ്റും ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് ഇപ്പോൾ മൊബൈൽ നിരോധനം നീട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ നവംബർ 16-നായിരുന്നു സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഈ മൊബൈൽ നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ അതിനുശേഷം നിരവധി തവണ ഈ മൊബൈൽ നിരോധനം നീട്ടുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ സംഘർഷം ഇതുവരെയും ഒരു അയവില്ലാതെ തുടരുന്ന സാഹചര്യം മുൻനിർത്തി തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. അതേസമയം ഈ കുക്കി CRPF വെടിവെച്ചു കൊന്ന 12ഓളം വരുന്ന കുക്കികളുടെ സംസ്കാരം ഇന്ന് വൈകിട്ടോടെയാണ് നടക്കുന്നത്. അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ന് ഈ 12 പേരുടെയും സംസ്കാരം വൈകിട്ട് 6 മണിയോടെ ആയിരിക്കും നടക്കുക. അതേസമയം ഈ കൊല്ലപ്പെട്ട 12 കുക്കികളെയും അക്രമികൾ ആയിട്ടാണ് ഇവിടുത്തെ CRPF ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ മണിപ്പൂർ സർക്കാർ ഉൾപ്പെടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ കൊല്ലപ്പെട്ട 12 പേരും അക്രമികളാണെന്നും സ്ഥലത്ത് സംഘർഷം അഴിച്ചുവിടാൻ ഇവർ നേതൃത്വം നൽകിയതടക്കമുള്ള കുറ്റം ൾക്ക് നേരെ ആരോപിച്ചിരുന്നു. എന്തായാലും ഇപ്പോഴും കലാപം തുടരുന്ന സാഹചര്യം തന്നെയാണ്. ഇതുവരെയും സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടികളും മണിപ്പൂർ സർക്കാർ ഇതുവരെയും ഏറ്റെടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഷമ്മി, സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.